ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് കിട്ടിയ ബ്ലൗസുകളാണ് ഇത്. അത്ഭുതമെന്ന് തന്നെ പറയട്ടെ, ഇത് രണ്ടു പേരുടെ ആണ് കേട്ടോ. എന്നാലോ ബ്ലൗസുകൾ ഒരേ കളറും ഒരേ ഡിസൈനും. ഇത് കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്താണെന്നറിയോ, ഇതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒത്തിരി ചിന്തിച്ചങ്ങ് കാട് കയറേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ. കസ്റ്റമർ കൊണ്ടുത്തരുന്നു, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത് രണ്ടും ഒരേ കളറും ഒരേ ഡിസൈനും ആയതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും വ്യത്യസ്തമായ ഡിസൈനാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഒരേപോലെ ആവാൻ പറ്റില്ലല്ലോ, അതങ്ങനെയാണല്ലോ അല്ലേ. ഒരു കാര്യത്തിലും കൂടി ഇവർ ഒരേപോലെയാണ് കേട്ടോ. അതെന്താണെന്ന് അറിയോ, രണ്ടു പേർക്കും സിമ്പിളായ എന്നാൽ കാണാൻ ഭംഗിയുള്ള ഡിസൈനാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു ബ്ലൗസാണ് ഇത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാൻ സ്ലീവാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്ലീവ് ഇതാ ഇതുപോലെ ഫ്രെയിമിലൊക്കെ വെച്ചു. എന്നിട്ട് ഞാൻ ഫസ്റ്റത്തെ ഒരു ലൈന് ആരി വർക്കാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് വലിപ്പമുള്ള ഗോൾഡൻ ബീഡും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതുപോലെ രണ്ട് ബീഡ് വെച്ചിട്ട് ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതുപോലെ ആരി വർക്ക് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചുകൊണ്ടും ഇതുപോലെ ഈ ഒരു ബീഡ്സ് ഇട്ടിട്ട് നമുക്ക് തുന്നിയെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ചും ഉപയോഗിച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഒരു ലൈന് ആരി വർക്കാണ് എടുക്കാൻ പോകുന്നത്. അത് ഒന്നുകൂടി നല്ല നീറ്റായിട്ട് നമുക്ക് ബോർഡർ ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ കിട്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷേ എങ്കിൽ പോലും ഒന്നുകൂടി നല്ല കറക്റ്റ് ആ ലൈന് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാനും എൻ്റെ തുടക്കത്തിൽ ഞാൻ ഫുള്ളും എനിക്ക് ആരി വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് മുന്നേ ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതും ഇതേപോലെ തന്നെ നല്ല നീറ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ലൈന് ഞാൻ നമ്മുടെ സ്ലീവ് റൗണ്ട് എത്രയാണോ അതിനനുസരിച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഞാൻ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ദാ ഇതുപോലെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ വീറ്റ് ബീഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വീറ്റ് ബീഡ് എന്ന് പറയാം, അല്ലെങ്കിൽ റൈസ് ബീഡ് എന്ന് പറയാം. അങ്ങനെ ഈ ഒരു ഷേപ്പിലുള്ള ആ ഒരു ബീഡ് ഇതുപോലെ സിഗ്സാഗ് ആയിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല ഒരു ഈ ഒരു ഇത് വരുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി നമുക്ക് കിട്ടും. അതിപ്പോൾ അറിയില്ല കേട്ടോ, എല്ലാ വർക്കും കൂടി ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് എടുത്തറിയുക. അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ആ ഒരു ലൈനും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു വി വരുന്ന ആ ഒരു ഭാഗത്തായിട്ട് ദാ ഇതുപോലെ ഷുഗർ ബീഡും പിന്നെ ഒരു വലുതാണ് കേട്ടോ, നമ്മളവിടെ വെച്ച് കൊടുത്തതിനെക്കാട്ടിയും ഏറ്റവും വലിപ്പമുള്ള ഒരു ഗോൾഡൻ ബീഡും ദാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് ഒറ്റയടിക്ക് ഈ ഒരു വർക്ക് ചെയ്ത് എടുത്തോടെ എന്നുള്ളത്. പക്ഷെ ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഞാനിപ്പോൾ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, രണ്ട് ഷുഗർ ബീഡും അതേപോലെ തന്നെ ആ ഒരു ഗോൾഡൻ ബീഡും ഒപ്പം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തെടുത്തൂടെ എന്ന് വിചാരിക്കാം. പക്ഷെ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് രണ്ട് ഷുഗർ ബീഡ് ആദ്യം വെച്ചു കൊടുത്തു, അതിനുശേഷമാണ് ഒരു ഗോൾഡൻ ബീഡ് അതിൻ്റെ ആ ചെയ്തതിൻ്റെ രണ്ട് ഷുഗർ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ കുത്തിറക്കി കൊടുത്തിട്ടുള്ളത്. അതെന്താണെന്നറിയോ, ഈ ഒരു ഫിനിഷിങ് നമ്മൾ മൂന്നും കൂടി ഒപ്പം ഇട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വളവ് നമുക്കൊന്ന് ഫീൽ ചെയ്യും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതിനനുസരിച്ച് നിങ്ങളും വർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം പിന്നെ നമ്മുടെ വീൻ്റെ പോയിന്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്ത് മുകളിലായിട്ട് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഇതുപോലെ നമ്മളൊരു സ്മാൾ സൈസിലുള്ള, അതായത് ഒരു മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡ് വെച്ച് കൊടുത്തു. അതിനുശേഷം ദാ ഇതുപോലെ നമ്മുടെ വീട് ഏറ്റവും അടിയിലായിട്ട് ഒരു ഗ്യാപ്പ് കാണുന്നില്ലേ, ആ ഗ്യാപ്പിൽ ഞാൻ നമ്മുടെ കുന്തൻ സ്റ്റോണ് വെച്ച് കൊടുക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മൾ വി ഷേപ്പ് വരുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. B7000 എന്ന് പറയുന്ന ഗ്ലൂ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ വെക്കാനായിട്ട് ദാ ഇതുപോലെ സ്മോൾ സൈസിലുള്ള കുന്തൻ സ്റ്റോണുകളാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ്
വർക്കും കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ബ്ലൗസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പേജൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ, അതായത് നമ്മൾ പറഞ്ഞല്ലോ ഒരേപോലത്തെ 2 ബ്ലൗസാണ് ഉള്ളതെന്ന്. അപ്പോൾ ആ രണ്ടാമത്തെ ബ്ലൗസിൻ്റെയും വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് രണ്ടും കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് കൂടുതലും ഇഷ്ടമായി എന്ന് പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.